നമസ്കാരം. പണ്ടുകാലത്തെ അപേക്ഷിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളും അവഗാഹമുള്ളവരുമൊക്കെയാണ്. രോഗങ്ങളിൽപ്പെട്ട് ഉഴലുന്ന അവസ്ഥയിൽ, മനഃശാന്തിയില്ലാത്ത ആ അവസ്ഥയിൽ നമ്മൾക്കൊപ്പം നിൽക്കുന്ന, നമ്മളെ സമാശ്വസിപ്പിക്കുന്ന ആ ഒരു ഡോക്ടർ ആരായാലും അവരെ ഒരിക്കലും നമുക്ക് വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2 ഡോക്ടർ ദമ്പതിമാരാണ്. ഒരാൾ ആയുർവേദത്തിലും മറ്റൊരാൾ ഹോമിയോപ്പതിയിലും പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരാണ്. ഗുരുദേവന്റെ പാദസ്പർശനം കൊണ്ട് ധന്യമായ SKV മഠമാണ് ഡോക്ടർ അനിയന്റെയും പത്നി ഡോക്ടർ ഗീത അനിയന്റെയും ജന്മഗൃഹം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ശിഷ്യരിൽ ഒരാളായ ശ്രീ നാരായണ തീർത്ഥർ ഈ ഗൃഹത്തിന് സമീപമായി ഒരു ആശ്രമം സ്ഥാപിക്കുവാൻ ഇടയാവുകയും ചെയ്തു. VV കുമാരൻ വൈദ്യരാണ് ആശ്രമം സ്ഥാപിച്ചിട്ടുള്ളത്. R ശങ്കർ ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ഭവനത്തിൽ താമസിച്ചിട്ടുണ്ട്. പ്രകാശാനന്ദ സ്വാമികൾ, സ്വാമി സച്ചിദാനന്ദ, താഴ്മൺ കണ്ഠരര്, മഹേശ്വരര് എന്നിവർ അവരിൽ ചിലർ മാത്രം. ഡോക്ടർ അനിയൻ ആയുർവേദ ചികിത്സാ രംഗത്ത് 30 വർഷത്തോളമായി സേവനം തുടരുന്നു. ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങൾ കൈവിട്ട നിരവധി പേരെ തിരികെ ജീവിതത്തിലേക്ക് നടത്തിയ ഉദാഹരണങ്ങൾ ഡോക്ടർക്ക് പറയുവാൻ ഏറെയുണ്ട്. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗമാണ്. പാരമ്പര്യ വിധിപ്രകാരമുള്ള അപൂർവ ഔഷധങ്ങൾ സ്വന്തമായി നിർമ്മിച്ചാണ് രോഗികളെ ചികിത്സിക്കുന്നത്. അരിഷ്ടങ്ങൾ, ആസവങ്ങൾ, ചൂർണം, കേരം, തൈലം, വടകം മുതലായവയെല്ലാം ഡോക്ടർ വീടിനോട് ചേർന്നുള്ള മരുന്ന് നിർമ്മാണശാലയിൽ സ്വയം തയ്യാറാക്കുന്നുണ്ട്. ചെമ്പഴന്തിക്കടുത്ത് കോലോത്തുകരയിലാണ് ഡോക്ടർ ഗീത അനിയൻ ജനിച്ചത്. സൈനിക ഉദ്യോഗസ്ഥനും ഹോമിയോ ഡോക്ടറുമായ പിതാവിന്റെ ശിക്ഷണത്തിൽ വളർന്നതിനാൽ കുട്ടിക്കാലത്തെ അച്ചടക്കം ഗീത ഡോക്ടറുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറിയിരുന്നു. 5-ാം വയസ്സിൽ തന്നെ ശിവഗിരി മഠത്തിൽ നിന്നും സമ്മാനം വാങ്ങിയ ഡോക്ടർ ഗീതയ്ക്ക് നന്നേ ചെറുപ്പം തൊട്ടേ ഭഗവത്ഗീത മനഃപ്പാഠമായിരുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ഡോക്ടർ ഗീത ഗുരുദേവ ദർശനങ്ങളും ഭഗവത്ഗീതയും സമന്വയിപ്പിച്ച് മതപാഠശാല നടത്തിവരുന്നു. ഒട്ടേറെ പ്രഭാഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ദക്ഷിണാമൂർത്തേ നമഃ. എന്നെ ഈ അവാർഡിലേക്ക് എല്ലാം തന്ന ഈശ്വരനാണ്. ഈശ്വരൻ ആദ്യം നന്ദി പറയുക. രണ്ടാമത് എൻ്റെ മാതാപിതാക്കൾ, പിന്നെ ഇതിലോട്ട് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് അതിനോടും, പിന്നെ ഇവിടെ ഈ ഇതിന് അവാർഡിന് ആക്കിയത് എൻ്റെ പ്രദേശത്ത് മുണ്ടക്കയത്തുള്ള ഒരു ഹിന്ദുടൻ മാഷുണ്ട്. അദ്ദേഹം മുഖാന്തരം നല്ല രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുള്ള അതെല്ലാം നല്ല രീതിയിൽ ആരൊക്കെയാണ് ആ പ്രദേശത്ത്, അങ്ങനെ ഒരു ആ മാഷിൻ്റെ പ്രചോദനം കൂടിയുണ്ട്. ആ മാഷ് മുഖാന്തരമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. എല്ലാത്തിനും ഉപരിയായി ഈശ്വരനെ അർപ്പിക്കുക. നന്ദി. മാനവ സേവയാണ് മാധവ സേവയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഈ ഡോക്ടർ ദമ്പതിമാർക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. മൂത്ത മകൾ അനിത ജയേഷ് വിവാഹിതയാണ്. ഇളയ മകൾ അഞ്ജലി 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ അകാല ചർമ്മമടഞ്ഞതാണ് ഡോക്ടർ ദമ്പതിമാരെ ആത്മീയതയിലേക്ക് അടുപ്പിച്ചത്.
ഇന്ന് ഇവർ നിരവധി പാവപ്പെട്ട രോഗികളെ പ്രതിഫലേച്ഛ കൂടാതെ ചികിത്സിച്ച് സുഖപ്പെടുത്തുന്നുണ്ട്. നമസ്കാരം. നമുക്കെല്ലാവർക്കും കൽക്കണ്ടം വളരെയധികം ഇഷ്ടമുള്ളൊരു വസ്തുവാണ്. എന്നാൽ ആ കൽക്കണ്ടം വിഴുങ്ങുകയാണെങ്കിൽ, അങ്ങനെ തന്നെ വിഴുങ്ങുകയാണെങ്കിൽ നമ്മുടെ തൊണ്ട മുറിയും ചോര മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഈ കൽക്കണ്ടം ആസ്വദിച്ച് നാവിലിട്ട് അലിയിച്ച് സമയമെടുത്ത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു രുചി നമ്മുടെ മനസ്സിൽ എന്നും നിലനിൽക്കും. അതുപോലെ തന്നെയാണ് ആയുർവേദ രംഗം. ആയുർവേദത്തിൽ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് വളരെയധികം സമയം ആവശ്യമാണ്. ക്ഷമയും പഥ്യവും ഒക്കെ വേണം. ഇന്ന് ആയുർവേദത്തിൻ്റെ പ്രാഗൽഭ്യം, ആ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് എത്തുന്നുണ്ട്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ആയുർവേദ രംഗത്ത് പ്രഗത്ഭനായ തിളങ്ങുന്ന ഒരു വ്യക്തിത്വമാണ്. ഡോക്ടർ PK അനിയനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക്. സ്വാഗതം സർ. ഈ ആയുർവേദ മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഈ രംഗത്തേക്ക് എങ്ങനെയാണ് താങ്കൾ എത്തപ്പെട്ടത്? എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കുമാരൻ വൈദ്യൻ, അദ്ദേഹം ആയുർവേദ വൈദ്യനായിരുന്നു. ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട വൈദ്യനായിരുന്നു. അദ്ദേഹത്തിന് ആയുർവേദം ചികിത്സകനാക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തെ ഉപദേശിച്ച് അദ്ദേഹം മുണ്ടക്കയത്ത് പണ്ട് വന്നത് കുമ്മായ ബിസിനസ് കൊണ്ടാണ്. കുമ്മായ മാനേജരായിരുന്നു. അന്ന് കാലത്ത് കുമ്മായമായിരുന്നു ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. സിമെൻ്റ് ഇല്ല. അങ്ങനെ ആ കുമ്മായത്തിൽ നിന്ന് ബിസിനസ്സിന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്ത ചങ്ങനാശ്ശേരി അദ്ദേഹത്തിൻ്റെ, അതായത് എൻ്റെ വലിയച്ഛന് ഉള്ള ഒരു ബന്ധുവിന് ചൂളയുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി പാറയപ്പള്ളിക്ക് സമീപം കൃഷ്ണാസ് ലൈം ഇൻഡസ്ട്രീസ്, അതിൻ്റെ ഡിപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ വലിയച്ഛൻ. ആ വലിയച്ഛന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശപ്രകാരം ആയുർവേദ ചികിത്സ പഠിച്ച് സംസ്കൃതമൊക്കെ പഠിച്ച് ചികിത്സിക്കാൻ തുടങ്ങി. അദ്ദേഹം ഇന്ന് മരിച്ചിട്ട് 52 വർഷങ്ങളായി. ഏകദേശം 52 വർഷങ്ങളായി. അങ്ങനെയുള്ളപ്പോൾ ആ ചികിത്സ അച്ഛൻ്റെ വലിയച്ഛൻ്റെ മരണത്തിന് ശേഷം അച്ഛൻ ഏറ്റെടുത്ത് നടത്തി. അച്ഛന് പൊതുരംഗമായിരുന്നു. അച്ഛന് വൈദ്യശാലയെക്കാട്ടിലും വലിയ താല്പര്യമുണ്ടായിരുന്നത്. അച്ഛൻ SNDP യോഗത്തിലും കോൺഗ്രസ്സിലും ഒക്കെ വളരെ സജീവമായിരുന്നു. കോൺഗ്രസിൻ്റെ ആദ്യത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മുണ്ടക്കയം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു അച്ഛൻ. അതുപോലെ തന്നെ വളരെ ഇഷ്ടമുള്ള ഫീൽഡും അച്ഛന് സമുദായ പ്രവർത്തനമായിരുന്നു. ഏറ്റവും ഒടുവിൽ പോലും അച്ഛൻ സമുദായ പ്രവർത്തനത്തിലായിരുന്നു. അതിൻ്റെ സമുദായ പ്രവർത്തനത്തിൽ പോയിട്ട് ഞങ്ങളെല്ലാം അച്ഛനെ വലിയ കാര്യമായിട്ട് നോക്കാറില്ലായിരുന്നു. ഞങ്ങളെല്ലാം അങ്ങനെ വളർന്നു. എല്ലാവരും മെഡിക്കൽ ഫീൽഡിലും എൻ്റെ സഹോദരിമാരും എല്ലാം ഗ്രാജുവേറ്റ്സാണ്. ഞങ്ങളെല്ലാം വിദ്യാഭ്യാസം ചെയ്യിച്ചു. അപ്പോൾ വൈദ്യശാല നടത്തുവാനായിട്ട് നിയോഗം വന്നിരിക്കുന്ന എനിക്കായിരുന്നു. എൻ്റെ ചേട്ടനാണെങ്കിൽ ഹോമിയോ ഡോക്ടറായിരുന്നു. അപ്പോൾ ഈ വൈദ്യശാല നടത്തുവാനുണ്ടായ കാരണം അങ്ങനെ എന്നിൽ വന്നു ചേർന്നു. എന്നെ ആയുർവേദം പഠിക്കാൻ വിട്ടു. ഞാൻ ആയുർവേദം പഠിച്ചു, ഇവിടെ വന്നു. ഇപ്പോൾ 35 വർഷമായി ആയുർവേദ ചികിത്സകനാണ്. തീർച്ചയായിട്ടും വൈദ്യന്മാർക്ക്, ഡോക്ടർമാർക്ക് ആവശ്യം ദൈവത്തിൻ്റെതായ ഒരു ചൈതന്യം തന്നെയാണ്. ആ ഒരു ചൈതന്യം വേണ്ടുവോളം താങ്കളിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹം താങ്കൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു മേഖലയിൽ, ഈ ആയുർവേദ മേഖലയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഗുരുവിൻ്റെ സാന്നിധ്യം എങ്ങനെ ബോധ്യപ്പെടുന്നു, അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു? എൻ്റെ ചികിത്സയിൽ
അലോപ്പതി ആശുപത്രി മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഇവിടുത്തെ പ്രഗത്ഭമായ മറ്റ് അലോപ്പതി ആശുപത്രികളിലുമൊക്കെ ഉണ്ടായ ചികിത്സയ്ക്കൊന്നും ഫലപ്രദം ഫലമൊന്നും കാണാതെ എൻ്റെ അടുത്ത് വന്ന ചികിത്സയായ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും ത്വക്ക് രോഗങ്ങളും തളർവാദം വന്ന് കിടക്കുന്നവർക്കൊക്കെ എൻ്റെ ചികിത്സ കൊണ്ട് ഭേദം ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ജീവിച്ചിരിക്കുന്നവരുമുണ്ട്, മരിച്ചുപോയവരുമുണ്ട്. വളരെ പ്രായമുള്ളവരായിരുന്നു അന്ന് ഈ തളർവാദക്കാർ. തളർവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് തളർന്നു പോവുക, അല്ലെങ്കിൽ മുഴുവനായിട്ടും തളർന്നു പോവുക. അവരെയൊക്കെ പരിചരിക്കാനും അവരെയൊക്കെ ചികിത്സിക്കാനുമുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഗുരുദേവ കൃപയാൽ എനിക്ക് അതിന് സാധിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ കുറേയൊക്കെ ആയുർവേദ ചികിത്സാ രംഗത്ത് വളരെയധികം തിളങ്ങി നിൽക്കുമ്പോൾ പോലും ഈ SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയാണ് താങ്കൾ. ആ ഒരു എങ്ങനെയാണ് രണ്ടും കൂടി കൊണ്ടുപോകുന്നത്? SNDP യോഗത്തിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ വളരെ ആകസ്മികമായി എന്നിൽ വന്നു ചേർന്ന ഒരു സ്ഥാനമാണ്. മുണ്ടക്കയം ഹൈറേഞ്ച് SNDP യൂണിയനിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഭരണകാലത്ത് ഇവിടെ ഞാൻ SNDP 52-ാം ശാഖയിലെ നിർമ്മാണ കമ്മിറ്റി കൺവീനറായിരുന്നു. നിർമ്മാണ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഈ ശാഖയിലും ഒരു അഡ്മിനിസ്ട്രേറ്റർ ഭരണമായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ ഭരണകാലത്ത് ഒരു വലിയ പ്രോജക്റ്റ് എന്നിൽ വന്നു ചേർന്നു. ആ പ്രോജക്റ്റ് ഞാൻ വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്ത് 5 അമ്പലങ്ങളും ഗുരുദേവൻ്റെ പഞ്ചലോഹ വിഗ്രഹവും അവിടെ പ്രതിഷ്ഠിച്ച് വളരെ സുന്ദരമായ രീതിയിൽ പരിപാലിച്ച് വന്നു. ആ പ്ലസ് പോയിൻ്റ് കണ്ട് SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരും ഹൈറേഞ്ച് SNDP യൂണിയൻ ആളുകളും ചേർന്ന് എന്നെ ഈ രംഗത്തേക്ക് വരുത്തി SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ ആക്കിയതാണ്. SNDP യോഗം ഡയറക്ടർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 200 ഡയറക്ടർ ബോർഡ് മെമ്പർമാരാണ് SNDP യോഗത്തിനുള്ളത്. അതിലൊരാളാണ് ഞാൻ. ആയുർവേദ ചികിത്സ ആ ഒരു രീതിയിൽ നിന്നും സാധാരണ ജനങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു പ്രധാന ഘടകം അതിലെ കഷായങ്ങളും പഥ്യവും ഒക്കെയാണ്. ഈ പഥ്യം പാലിക്കേണ്ട കാര്യമുണ്ടോ? പഥ്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ കഷായം കുടിക്കുന്നത് കൊണ്ടോ മരുന്ന് കഴിക്കുന്നതുകൊണ്ടോ യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. എല്ലാം ലോങ് ടേപ്പ് തെറാപ്പിയാണ്. മരുന്ന് കഴിക്കുന്നത് ഒരുപാട് ദീർഘനാൾ കഴിച്ചെങ്കിൽ മാത്രമേ പ്രയോജനം കിട്ടുകയുള്ളൂ. പെട്ടെന്ന് അങ്ങനെ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു പ്രയോജനം കിട്ടുകയില്ല. ഈ പഥ്യമെല്ലാം കറക്റ്റായിട്ട് നോക്കുന്നതിലൂടെ അസുഖം പൂർണ്ണമായും ഭേദപ്പെടും എന്നുള്ളതാണല്ലേ ശരി? അതെ, അങ്ങനെ ആയിരിക്കും. അതായത് വലിയ കൂടി നിൽക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പൈൽസിൻ്റെ കാര്യം പറയാം. പൈൽസിന് ഗുദഭ്രംശം വെളിയിലോട്ട് തള്ളുന്നതാണെങ്കിൽ ചിലപ്പോൾ സർജറി തന്നെ വേണ്ടി വരും. സർജറി ഇല്ലാതെ നടക്കുകയില്ല. അതല്ലാതെ ആയുർവേദപരമായിട്ട് ബാക്കിയുള്ള ചികിത്സയ്ക്കൊക്കെ അതിനൊക്കെ കറക്റ്റായിരിക്കും. അത് ഒരു നിശ്ചിത കാലയളവിൽ ഏകദേശം ഒരു മാസം 2 മാസമൊക്കെ കൃത്യമായി മരുന്ന് കഴിച്ചാൽ അത് മാറിയിരിക്കും. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ഭക്ഷണ രീതി ഒക്കെ കാരണം പലർക്കും സ്കിൻ പ്രോബ്ലങ്ങൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അത് വിരുദ്ധാഹാരങ്ങളിലൂടെയാണ് ഇത്തരം സ്കിൻ പ്രോബ്ലങ്ങളും അസുഖങ്ങളും ഉണ്ടാകുന്നതെന്നാണ് കേൾക്കുന്നത്. അതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിരുദ്ധാഹാരങ്ങളാണ്, അതായത് മത്സ്യം, അതുപോലെ തന്നെ തൈര്, നാരങ്ങ, ഇതെല്ലാം വിരുദ്ധാഹാരം. ഇത് ഏതെങ്കിലും ഒരു സാധനം കഴിച്ചാൽ ഒരു സാധനം മാത്രമേ കഴിക്കാവുള്ളൂ. 2 എണ്ണം കൂടി ചേർന്ന് പോയാൽ വിരുദ്ധാഹാരമാണ്. ഒരു ത്വക്ക് രോഗം കറക്റ്റായി വന്നിരിക്കും. ദീർഘനാളത്തെ ഉപയോഗം കൊണ്ടല്ലാതെ തന്നെ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നവർക്ക് പോലും വരാം. എസ്പെഷ്യലി പാണ്ഡുരോഗമാണ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് വരുന്ന ആ അസുഖമാണ് അത് കൊണ്ടുവരുന്നത്. ഇപ്പോൾ വ്യാപകമായി കാണപ്പെടുന്ന ഒരു അസുഖം തന്നെയാണ് സോറിയാസിസ്. ഈ സോറിയാസിസിന് ആയുർവേദ രംഗത്ത് ആയുർവേദ മേഖലയിൽ എന്തെല്ലാം ട്രീറ്റ്മെൻറ്റാണ് ഉള്ളത്? സോറിയാസിസ് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ആയുർവേദം കൊണ്ട് കുറയും. പക്ഷേ അവർ അലോപ്പതിക് ട്രീറ്റ്മെൻറ്റിൽ എവിടെയായാലും ഒരു പനിക്ക് ഗുളിക കഴിച്ചാൽ അന്നേരം വരും. അതാണ് അതിൻ്റെ കുഴപ്പം. പിന്നെ അതുതന്നെയല്ല, ഈ അസുഖമുള്ളവർക്ക്, ഷുഗറുള്ളവർ കാണും, പ്രഷറുള്ളവർ കാണും. അവരുടെ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ പ്രയോജനം കിട്ടുന്നതല്ല. ആയുർവേദത്തിൽ കൂടെ മാത്രമേ പോകാൻ ഒക്കുകയുള്ളൂ അങ്ങനെയുള്ളവർ. ഇത്തരം അസുഖങ്ങളെല്ലാം നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണോ ഉണ്ടാകുന്നത്? ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണോ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്? അതായത് നമ്മൾ ഇപ്പോഴത്തെ ഈ അസുഖങ്ങളുടെ പ്രത്യേക കാരണം തന്നെ നമ്മുടെ ജീവിതശൈലിയുടെ മാറ്റമാണ്. നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡാണ് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നത്. 90% ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഭക്ഷണം തന്നെയല്ല, മറ്റ് കുഴപ്പങ്ങളും ഇതിനകത്തുണ്ട്. മദ്യപാനം, പുകവലി,
മയക്കുമരുന്ന് ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സർക്കാർ ഇപ്പോൾ ഒരു ചെറിയ ആയിട്ടൊന്ന് നിയന്ത്രണം വന്നു. കാരണം ഒരു ചെറിയ നിയന്ത്രണം വന്നിട്ടുണ്ട്, പെർസെൻറ്റേജ് കുറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കുറവ് ഈ രാജ്യത്ത് വരുന്നില്ല. രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പുതിയതായിട്ട് പല പല രോഗങ്ങളും വരുന്നുണ്ട്. ആർക്കും പെട്ടെന്ന് ഡയഗ്നോസ് പോലും ചെയ്യാൻ പറ്റുകയില്ലാത്ത രീതിയിലേക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഡാബറിൻ്റെ എക്സലൻസി അവാർഡ് നേടുകയുണ്ടായല്ലോ. അത് ഏതൊരു മേഖലയിലെ പ്രവർത്തനത്തിനാണ് ആ അവാർഡ് ലഭിച്ചത്? ഏറ്റവും നല്ല പ്രാക്ടീഷണറായിട്ട് ഒരു അവാർഡ് 2008 ലഭിക്കുകയുണ്ടായി. തിരുവനന്തപുരം പങ്കജ് ഹോട്ടലിൽ വെച്ചായിരുന്നു അതിൻ്റെ പരിപാടി നടത്തിയത്. എനിക്ക് അവാർഡ് തന്നത് തിരുവനന്തപുരത്തെ അന്നത്തെ ആയുർവേദ കോളേജ് വൈസ് പ്രിൻസിപ്പാളായിരുന്നു തന്നത്. അദ്ദേഹം ഇപ്പോൾ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പൊന്നാട അണിയിക്കുന്നൊരു ചിത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ചിത്രം എന്താണത്? എന്തിൻ്റെ പ്രവർത്തനത്തിനാണ് താങ്കൾക്ക് അങ്ങനെ ഒരു പൊന്നാട അദ്ദേഹം അണിയിക്കാൻ ഉണ്ടായ സാഹചര്യം എന്തായിരുന്നു? വെള്ളാപ്പള്ളി അദ്ദേഹം SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി, SNDP യോഗത്തിൻ്റെ പകരക്കാരനില്ലാത്ത അമരക്കാരൻ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹം മുണ്ടക്കയത്ത് വരുന്നു. അത് ഈ SNDP യോഗത്തിൻ്റെ യൂണിയൻ്റെ മുകളിലത്തെ ഓഫീസ് ഒരു മന്ദിരമുണ്ട്. ഏറ്റവും മുകളിലത്തെ നില അതൊരു ഹോളാണ്. ആ ഹോള് നിർമ്മിക്കുവാനായിട്ട് യൂണിയൻ എന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞു അത് നിർത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കൊടുത്തു. അത് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണകാലത്തായിരുന്നു അത് ചെയ്തത്. അത് വെള്ളാപ്പള്ളിക്ക് ആ കാര്യത്തിൽ വളരെ താല്പര്യം തോന്നി. വെള്ളാപ്പള്ളി എനിക്ക് പൊന്നാട അണിയിപ്പിക്കുന്നതിന് സമയത്ത് എൻ്റെ ഭാര്യയെയും കൂടെ അടുത്ത് നിർത്തി. ഞങ്ങൾ 2 പേർക്കും ഇരിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇട്ട പൊന്നാടയാണത്. അത് നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു അമൂല്യ സ്വത്തായിട്ട് തന്നെയാണ് ഞാനിപ്പോഴും അത് കണക്കാക്കുന്നത്. രണ്ടുപേരും ഈ ഒരു ആരോഗ്യ മേഖലയിൽ തിളങ്ങുന്ന വ്യക്തികൾ. ഒരാൾ ഹോമിയോപ്പതിയിലാണെങ്കിൽ മറ്റൊരാൾ ആയുർവേദത്തിൽ. ഇനിയുള്ള ജീവിതത്തിൽ 2 പേർക്കും വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്നും നിരവധി രോഗികൾക്ക് ആശ്വാസമാകാൻ നിങ്ങൾക്ക് 2 പേർക്കും സാധിക്കട്ടെ എന്നും ഈ ഒരു അവസരത്തിൽ ആശംസിക്കുന്നു. വളരെയധികം തിരക്കുകളുള്ള വ്യക്തിയാണെന്നറിയാം, എങ്കിൽ പോലും ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. നമുക്ക് ഡോക്ടർ ഗീത അനിയനെ പരിചയപ്പെടാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്വാഗതം ചെയ്യാം ഡോക്ടർ ഗീത അനിയനെ ഈ പ്രോഗ്രാമിലേക്ക്. സ്വാഗതം. ഡോക്ടർ, ഒരു ഗുരുവിൻ്റെ ശ്ലോകം ആലപിച്ച് തന്നെയാണ് ഈ ഒരു ഇൻ്റർവ്യൂവിന് തുടക്കമിട്ടിരിക്കുന്നത്. ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും ആ ഒരു ദൈവത്തെ ഓർത്തുകൊണ്ട്, ആ ഒരു ഗുരുവിനെ സ്മരിച്ചുകൊണ്ടാണ് താങ്കൾ ഈ ഒരു ഇൻ്റർവ്യൂവിന് തുടക്കമിട്ടിരിക്കുന്നത്. നമ്മൾ പല ഡോക്ടേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആരിൽ നിന്നും കിട്ടാത്തൊരു അനുഭവം തന്നെയാണ്, ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൃപ വളരെയധികം നിറഞ്ഞിരിക്കുന്നൊരു വ്യക്തി തന്നെയാണെന്ന് ഈ ഒരു തുടക്കം തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു മേഖലയിലേക്ക്, വൈദ്യശാസ്ത്ര രംഗത്തേക്ക് എങ്ങനെയാണ് കടന്നു വന്നത്? എൻ്റെ പിതാവ് ഈ വൈദ്യശാസ്ത്ര രംഗത്ത് കൂടുതൽ അവഗാഹമായ ജ്ഞാനം ഉണ്ടായിരുന്നു. ഹോമിയോ ഡോക്ടറായിരുന്നു. നേരത്തെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരു മഹത് വ്യക്തിയായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൃപാകടാക്ഷവും ഗുരുവിൻ്റെ, അതിലും എല്ലാത്തിനും ഉപരിയായി ഗുരുവിൻ്റെ കൃപാകടാക്ഷവും മൂലമാണ് എനിക്ക് ഈ വൈദ്യശാസ്ത്രത്തിലോട്ട് കടന്നു വരാനും പിന്നെ ഗുരുവിനോടുള്ള ചിട്ടയായിട്ടുള്ള 5 വയസ്സ് മുതൽ ചിട്ടയായിട്ടുള്ള ജീവിതം നയിക്കാനും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഗുരുവിനെ നിയോഗിച്ചു 5 വയസ്സ്. അപ്പോൾ അന്ന് മുതൽ ഗുരുദേവ കൃതികളും ആത്മീയമായിട്ടുള്ള രംഗത്തെല്ലാം എനിക്ക് വളരെയധികം കൂടുതൽ സ്വാധീനം ചെലുത്തുമായിരുന്നു. ചിട്ടയോടുകൂടിയുള്ള ജീവിതമായിരുന്നു. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന കുളത്തൂർ കോലത്തര ഗുരുദേവൻ എൻ്റെ 2ാമത്തെ ശിവപ്രതിഷ്ഠയായ കുളത്തൂർ കോലത്തര ക്ഷേത്രത്തിനടുത്ത് ആണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ ഗുരു വന്നിട്ടുണ്ട്. ഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ ഒരു വെള്ളി നാണയം ഞങ്ങളുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ
അതിൻ്റെ പ്രചോദനമായി ഗുരു നമ്മുടെ പിന്നിലുണ്ടെന്നുള്ള ആ അടിയുറച്ച വിശ്വാസം അതാണ് നമ്മുടെ ഇത്രയും വൈകിയ വേളയിലാണെങ്കിലും ഗുരു നമ്മെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചതും പിന്നെ നമ്മുടെ ഹോമിയോ ശാസ്ത്ര രംഗത്ത് ഏത് മരുന്ന് കൊടുക്കുമ്പോഴും ഈ ഗുരുവിൽ കൂടുതൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു അർപ്പണ ബോധത്തോടുകൂടി ആ പ്രാർത്ഥനയോടുകൂടി മരുന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് ഏത് രോഗത്തിനും ഒരു ശമനം ഉണ്ടാകുന്നത്. ഡോക്ടർ, പലപ്പോഴും പല സ്ത്രീകൾക്കും മാനസികമായും ശാരീരികമായും ഒക്കെ വളരെയധികം വിഷമമുണ്ടാക്കുന്നതും വ്യത്യാസം വരുത്തുന്നതുമായ ഒരു അസുഖം തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ളത്. ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പോലും കൈവിട്ട കേസുകൾ പോലും ഡോക്ടർ ചികിത്സിച്ച് പൂർണ്ണമായി ഭേദപ്പെടുത്തി എന്നുള്ളത് വളരെയധികം ആളുകൾ നമ്മളോട് പറയുകയുണ്ടായി. അതേക്കുറിച്ചൊന്ന് വ്യക്തമാക്കാം. എനിക്ക് ഒട്ടനവധി കേസുകൾ മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞ് വിട്ട മുണ്ടക്കയിൽ തന്നെ ഇപ്പോൾ അനവധി കേസുകളുണ്ട്. ഇത് ക്യാൻസർ ബാധിതരായിട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട കേസുകളും അത് കംപ്ലീറ്റ് പരിപൂർണമായിട്ട് അത് രോഗത്തെ ഈശ്വരകൃപയാൽ എനിക്ക് അത് നിർമ്മാർജ്ജനം ചെയ്യുവാനും ആ രോഗികൾ ഇപ്പോഴും 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ഒരു ചക്കിയമ്മ എന്ന് പറയുന്ന ഒരു വല്യമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ വല്യമ്മ എന്നെ കാണുമ്പോഴെല്ലാം അതീവ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള സന്തോഷത്തോടെയാണ് എന്നെ സമീപിക്കുന്നത്. ആ വല്യമ്മയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ടാണ് ചികിത്സ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും 10-30 വർഷത്തെ പഴക്കം ചെന്ന് ക്യാൻസർ ബാധിതരായ കള്ളുവാർപ്പായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുകയും തിരിച്ചു പോകുമ്പോൾ ഞാൻ രൂപയും കൊടുത്താ വിടുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വളരെയധികം ഒരു പേടിയോടെ കാണുന്ന ഒരു അസുഖം തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പലപ്പോഴും ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, മാനസികമായ ഒത്തിരി പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ ബ്രസ്റ്റ് ക്യാൻസർ പോലും ഡോക്ടർ വളരെയധികം ചികിത്സിച്ച് പൂർണ്ണമായി ഭേദപ്പെടുത്തി ആ രോഗികളെ പൂർണ്ണ സൗഖ്യം കൊടുത്ത നിരവധി അനുഭവങ്ങൾ ആളുകൾ പറയുകയുണ്ടായി. അതേക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാം. ബ്രസ്റ്റ് ക്യാൻസർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ചീട്ട് അതിനകത്തുള്ള എല്ലാ നിഗമനങ്ങളും ക്യാൻസർ പേഷ്യൻ്റ് അത് വ്യക്തതയോടുകൂടി വന്ന് ഇന്ന മെലിഗ്നൻറ്റ് സ്റ്റേജാണ്. കംപ്ലീറ്റ് മെലിഗ്നൻറ്റ് സ്റ്റേജിൽ നമുക്ക് ക്യാൻസർ പൂർണ്ണമാക്കാൻ കംപ്ലീറ്റ് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധ്യമല്ല. അപ്പം എന്തായാലും അത് എന്തോ ഒരു ഈശ്വരാധീനം. അലോപ്പതിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് പറ്റാവുന്ന മാക്സിമം കൂടുതലും ജർമ്മൻ മെഡിസിനാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ജർമ്മൻ മെഡിസിന് കൂടുതലും അതിന് ജെനുവിനിറ്റി ഉണ്ട്. ജെനുവിനിറ്റി എന്ന നല്ല രീതിയിലുള്ള മെഡിസിൻ ആയിരിക്കും. ആ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ കംപ്ലീറ്റ് ക്യൂറ് എനിക്ക് ഒട്ടനവധി നമുക്ക് ഈ മുണ്ടക്കൈ മേഖലയിൽ അറിയാൻ സാധ്യമല്ല. പക്ഷെ ഒത്തിരി അനവധി കേസുകൾ പുറത്തുനിന്ന് പോലും ആൾക്കാർ വെളിയിലൊക്കെ മെഡിസിൻ ചിലർ ഒരു വർഷത്തേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. അവർ വെളിയിൽ താമസിക്കുന്നവരായിരിക്കാം. അങ്ങനെ കൊണ്ടുപോയി ചികിത്സ ചെയ്തു പരിപൂർണമായിട്ട് ഭേദമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒട്ടനവധി ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്, നിരവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്തോ ഒരു ദൈവ ചൈതന്യം, ആ ഗുരുവിൻ്റെ ദൈവ ചൈതന്യം, ആ ഒരു ചൈതന്യം താങ്കളിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് യാതൊരു സംശയമില്ല. ആ ഗുരുവിൻ്റെ കൃപ, ഗുരു ഈശ്വരൻ എന്ന് പറയുന്ന ഒന്ന്. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമ. ഇന്നൊരു ശ്ലോകം എനിക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും. ഈശ്വരനും ഗുരുവും ഒരു ഭേദവുമില്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം തന്നെ. അപ്പം ഈശ്വരനും ഗുരുവും ഒരേ രീതിയിലുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ മനസ്സിൽ തട്ടിക്കൊണ്ട് ഏത് ഒരു രോഗിക്കും മെഡിസിൻ കൊടുക്കണം, ചികിത്സ കൊടുക്കണം. നിരവധി സാമൂഹികമായ സേവനങ്ങളൊക്കെ നടത്തുന്നൊരു വ്യക്തിയാണ്. ഗുരുവിൻ്റെ ആ ഒരു കടാക്ഷം എങ്ങനെയാണ്, ആ സാമീപ്യം എങ്ങനെയാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത്? ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ 10 വർഷങ്ങൾക്ക് മുൻപേ ഞാൻ SNDP യോഗത്തിൻ്റെ വനിതാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ ശ്രീനാരായണ വനിതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഫൗണ്ടർ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ അതിനുശേഷം എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ മരണശേഷം എനിക്കതിൽ നിന്ന് വിട്ടു നിൽക്കാൻ, വീട്ടിൽ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്നത് കൊണ്ടും അതിനുള്ള ആ ബുദ്ധിമുട്ട്, ദൈവദശകത്തിൻ്റെ പ്രചരണാർത്ഥം ഒരു ലോക പര്യടനം തന്നെ
ഡോക്ടർ നടത്തുകയുണ്ടായി. ആ ഒരു അനുഭവം, നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ച ആ ഒരു അനുഭവത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഇത് ശ്രീനാരായണ ഗുരുധർമ്മ പ്രചാരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ലോകത്തിലെ 15 രാഷ്ട്രങ്ങൾ, യൂറോപ്പ് മുതലായ വത്തിക്കാൻ, റോം, ഇറ്റലി, ഫ്രാൻസ്, ലിച്ചൻസ്റ്റൺ, സ്പെയിൻ, ആംസ്റ്റർഡാം, ശ്രീലങ്ക അങ്ങനെയുള്ള നിരവധി രാഷ്ട്രങ്ങളിൽ പോയി ദൈവദേശത്തിൻ്റെ പഠനം, മന്ത്ര ധ്യാന പഠനയാത്ര 81 പേരടങ്ങുള്ള സംഘങ്ങൾ ഞങ്ങളെ യാത്ര പുറപ്പെടുകയും അതിലേറ്റവും കൂടുതൽ എനിക്ക് പ്രചോദനം എൻ്റെ അമ്മയാണ്. അമ്മ എനിക്കൊരിക്കലും, അമ്മ പറഞ്ഞു നീ എന്തായാലും അതിന് പോകണം, ഗുരുവിൻ്റെ നിയോഗം എന്ന പോലെ. അത് പോകുന്നതിന് കൂടുതലും എൻ്റെ ഭർത്താവും അമ്മയാണ് അതിന് പ്രചോദനം തന്നത്. അങ്ങനെ അവർ രണ്ടുപേരുടെ ഒരു ഗുരുവിൻ്റെ നിയോഗം എന്ന് വേണം പറയാനുള്ള. ഗുരുവിനെ കുറിച്ച് എഴുതിയ നിരവധി പുസ്തകങ്ങളുണ്ട്. അതിൻ്റെ റോയൽറ്റി പോലും പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുന്നു, അവർക്ക് വിധിച്ച് നൽകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷകരം തോന്നുന്നൊരു കാര്യം തന്നെയാണ്. അതേക്കുറിച്ചൊന്ന് വിവരിക്കാമോ? ഗുരുവിനാൽ രചിക്കപ്പെട്ട ശ്രീനാരായണ ധർമ്മം ലോകത്ത് മൊത്തം പ്രചരിപ്പിക്കുന്നതിൽ കാശ്മീർ മുതലുള്ള, കാശ്മീരിൻ്റെ ഉത്തുംഗ, ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വടക്ക് ഭാഗത്തുള്ള കാശ്മീരിൽ പോലും ആ പുസ്തകം ഞാൻ കൊണ്ട് അവിടെ സന്ദർശിക്കാനിടയപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടി പോയപ്പോൾ എനിക്ക് അവിടെ കൊണ്ട് ശങ്കരപീഠത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ തപസ് ചെയ്യുന്ന സ്ഥലത്ത് ആ ശ്രീനാരായണ ധർമ്മം അവിടെ ഒരു പുസ്തകമെങ്കിലും അതിൻ്റെ ഒരു കോപ്പി വയ്ക്കുകയും അതിനുള്ള ഒരു അനുഗ്രഹം ഈശ്വരൻ തരികയും ചെയ്തു. പിന്നെ അതിനുപരി ഈ പുസ്തകത്തിൽ നിന്ന് റോയൽറ്റി എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കാനും രോഗികളെ സഹായിക്കുവാനും വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് നിൽക്കുന്ന പാവപ്പെട്ട വിദ്യാർത്ഥികളെ സഹായിക്കുവാനും എനിക്ക് ആ ഗുരുവിൻ്റെ നിയോഗം കൊണ്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർക്ക് വളരെയധികം ഗുരുകൃപയും ദൈവകൃപയും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇനിയും നിരവധി രോഗികൾക്ക് ആശ്വാസമാകാനും അവർക്ക് നല്ലൊരു പരിചരണം നൽകുവാനും പൂർണ്ണ സുഖമാക്കുവാനും ഡോക്ടറുടെ കൈകൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം. ഇന്നത്തെ മെഡിവിഷൻ എന്ന പ്രോഗ്രാമിൽ നമ്മൾ പരിചയപ്പെടുത്തിയ ഡോക്ടർ ദമ്പതിമാരുടെ ഈ ഒരു പ്രോഗ്രാം എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു. അടുത്തയാഴ്ച മറ്റു ഡോക്ടറുമായി എത്താം. നന്ദി, നമസ്കാരം.